ഗ്വാഡലൂപ്പ മാതാവ് ശാസ്ത്രത്തിന് ഒരു ചോദ്യചിഹ്നം. ചരിത്രം നോക്കാം. ഡിസംബർ 12 ഗ്വാഡലൂപ്പ മാതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുന്ന ദിനമാണ്. 500 വർഷങ്ങൾക്ക് മുമ്പ് മെക്സിക്കൻ കർഷകനായ ജുവാൻ ഡിഗോയ്ക്ക് നൽകിയ പ്രത്യക്ഷപ്പെടലിലൂടെയാണ് പരിശുദ്ധ കന്യകാമറിയം മെക്സിക്കൻ അമേരിക്കൻ ജനതകൾക്കിടയിൽ ക്രിസ്തീയ വിശ്വാസത്തെ ആഴമായി ഉറപ്പിച്ചത്. അവർ ലേഡി ഓഫ് ഗ്വാഡലൂപ്പെ എന്ന പേരിൽ ലോകപ്രശസ്തി നേടിയ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളുടെ ഇടയിലും വലിയ പ്രതീക്ഷയും വിശ്വാസ തീക്ഷ്ണതയുമാണ് വർഷങ്ങൾക്ക് ശേഷവും നൽകിക്കൊണ്ടിരിക്കുന്നത്. 1531 കർഷകനായ ജുവാൻ ഡിഗോയ്ക്ക് പരിശുദ്ധ അമ്മ ദർശനം നൽകുന്നത്. അസ്റ്റക് എന്ന ഗോത്രവിഭാഗത്തിൽ നിന്നും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട തദ്ദേശീയനായ കർഷകനായിരുന്നു ജുവാൻ ഡിഗോ. കർഷകനായിരുന്ന ജുവാൻ ഡിഗോയുടെ ജീവിതം പൂർണ്ണമായിരുന്നു. തൻ്റെ ഗ്രാമത്തിൽ നിന്ന് മെക്സിക്കോ നഗരത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ടെപ്പൈക്ക് മലനിരകളിൽ വെച്ച് ജുവാൻ ഡിഗോയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ജനതയോടുള്ള സ്നേഹം പരിശുദ്ധ അമ്മ തൻ്റെ പ്രത്യക്ഷപ്പെടലിൽ വെളിപ്പെടുത്തി. സ്ഥലത്ത് ഒരു ആരാധനാലയം നിർമ്മിക്കണം എന്ന് പരിശുദ്ധ അമ്മ നിർദ്ദേശിക്കുകയും ചെയ്തു. ജുവാൻ ഒട്ടും താമസിയാതെ ബിഷപ്പിനെ ചെന്ന് കണ്ട് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചു. എന്നാൽ ബിഷപ്പ് ജുവാൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. കണ്ട കാര്യങ്ങൾ വിശ്വസിക്കുന്നതിനായി എന്തെങ്കിലും തെളിവ് കൊണ്ടുവരാനാണ് ബിഷപ്പ് ആവശ്യപ്പെട്ടത്. ബിഷപ്പ് തൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല എന്ന വേദനയിൽ ജുവാൻ മടങ്ങി. അടുത്ത ദർശനം അദ്ദേഹത്തിനുണ്ടായത് ഡിസംബർ 12 ബിഷപ്പ് തെളിവ് ആവശ്യപ്പെടുന്നുവെന്ന് ജുവാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. കുന്നിൻ മുകളിൽ നിൽക്കുന്ന പ്രത്യേകതരം പൂക്കൾ ശേഖരിക്കാനാണ് പരിശുദ്ധ അമ്മ ജുവാനോട് ആവശ്യപ്പെട്ടത്. സാധാരണയായ ആ പുഷ്പങ്ങൾ അവിടെ കാണപ്പെടുന്നവയല്ലായിരുന്നു. മാത്രവുമല്ല, അപ്പോൾ ആ പൂക്കൾ വിരിയുന്ന സമയവുമല്ലായിരുന്നു. ആ അത്ഭുത പുഷ്പങ്ങൾ തൻ്റെ വില കുറഞ്ഞ അങ്കിയിൽ ശേഖരിച്ച് ബിഷപ്പിനെ കാണാൻ ജുവാൻ അരമനയിലെത്തി. അവൻ തൻ്റെ അങ്കി വിടർത്തിയപ്പോൾ അതിവിശിഷ്ടമായ സുഗന്ധം പരത്തിക്കൊണ്ട് റോസാപ്പൂക്കൾ തറയിൽ വീണു. കുപ്പായത്തിൽ പൂക്കൾ സൂക്ഷിച്ചിരുന്ന സ്ഥാനത്ത് ജുവാന് പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിൽ പരിശുദ്ധ അമ്മയുടെ ചിത്രം അത്ഭുതകരമായി ആലേഖനം ചെയ്യപ്പെട്ടിരുന്നു. ഇത് കണ്ട് പശ്ചാത്താപ പരവശനായ ബിഷപ്പ് തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞു. ഈ ചിത്രമാണ് ഗ്വാഡലൂപ്പയിലെ പരിശുദ്ധ മാതാവ് എന്ന പേരിൽ പ്രസിദ്ധമായത്. ആ സംഭവത്തിന് ശേഷമുള്ള നൂറ്റാണ്ടുകളിൽ ആശ്ചര്യജനകമായതും വിവരിക്കാനാവാത്തതുമായ ചില പ്രത്യേകതകൾ ഗ്വാഡലൂപ്പിലെ പരിശുദ്ധ മാതാവിൻ്റെ ആ ചിത്രത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഗ്വാഡലൂപ്പയിലെ പരിശുദ്ധ മാതാവിൻ്റെ ചിത്രത്തെക്കുറിച്ച് ഇന്നും വിസ്മയാവഹമായ 4 വസ്തുതകൾ നോക്കാം. 1. മനുഷ്യരാൽ പകർത്തുവാൻ കഴിയാത്തത്. വളരെ ഗുണം കുറഞ്ഞതും പരുപരുത്ത പ്രതലത്തോടുകൂടി ധരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒന്നാണ് ആ വസ്ത്രം. കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ചിത്രം അതിൽ വരയ്ക്കുവാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും ഈ തുണിയിൽ പരിശുദ്ധ മാതാവിൻ്റെ ചിത്രം കാലങ്ങളായി നിലനിൽക്കുന്നു. പ്രസ്തുത തുണിയുടെ പ്രതലത്തിൽ യാതൊരുവിധ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു എന്ന് ഇത് പരിശോധിച്ച ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയിട്ടുണ്ട്. തുണിയിൽ മാതാവിൻ്റെ ചിത്രം ഉൾക്കൊള്ളുന്ന പ്രതലത്തിൽ തൊടുമ്പോൾ സിൽക്കിൽ തൊടുന്നത് പോലെയാണ് തോന്നുക. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ചിത്രമില്ലാത്ത ഭാഗം മുഴുവൻ പരുക്കനായി തന്നെ തുടരുന്നു. 1970 മുതൽ ഇതിൽ ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫി വിദ്യ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞർ പറഞ്ഞത് ഇതിൽ ബ്രഷിൻ്റെ പാടുകൾ ഒന്നും തന്നെ ഇല്ലെന്നാണ്. അതായത് ഒരു നിമിഷം കൊണ്ട് മുഴുവനായും ആ ചിത്രം തുണിയിൽ പതിപ്പിച്ചുവെന്ന് സാരം. ഫ്ലോറിഡ സർവകലാശാലയിലെ ബയോഫിസിസ്റ്റ് ആയ ഡോക്ടർ ഫിലിപ്പ് കല്ലാഹൻ ആണ് അത്ഭുതകരമായ ഈ കാര്യം കണ്ടുപിടിച്ചത്. പരിശുദ്ധ മാതാവിൻ്റെ ചർമ്മത്തിൻ്റെ രചനാ സംവിധാനവും വർണ്ണശബളിമയും ആർക്കും അനുകരിച്ച് സൃഷ്ടിക്കുവാൻ സാധിക്കാത്തതാണെന്ന് അദ്ദേഹം പറയുന്നു. ആ ചിത്രപ്പണി മനുഷ്യകരങ്ങൾക്ക് സാധിക്കാത്തതാണ്. എന്നാൽ പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും ചിറകിലും ചിലതരം വണ്ടുകളുടെ മുൻചിറകുകളിലും കാണപ്പെടുന്ന തരത്തിലുള്ള വർണ്ണശബളിമ പ്രകൃതിയിൽ ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. മാതാവിൻ്റെ ആ ചിത്രത്തിൽ നോക്കിക്കൊണ്ട് പതുക്കെ പതുക്കെ പുറകിലേക്ക് പോകുമ്പോൾ ആ ഛായക്കൂട്ടും പ്രതലവും തമ്മിൽ ഇഴുകിച്ചേരുന്നതായും അത്ഭുതകരമായി മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വരുന്നതായും കാണാം. ഒരു വ്യക്തി നോക്കുന്ന കോണുകൾ അനുസരിച്ച് ചിത്രത്തിൻ്റെ വർണ്ണശബളിമ
ചെറിയ തോതിൽ വ്യത്യാസപ്പെടുന്നതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ അതിലുള്ള വർണ്ണങ്ങൾ മൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ധാതുക്കളിൽ നിന്നുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതല്ലെന്ന് മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മയുടെ ഈ ചിത്രം ശാസ്ത്രത്തിന് മുന്നിൽ ഒരുപാട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്ന് ഡോക്ടർ ഫിലിപ്പ് കല്ലാഹൻ പറഞ്ഞ വാക്കുകളാണിവ. രണ്ടാമത്തെ കാര്യം, ചിത്രം സമയത്തിലും ഗുണത്തിലും എല്ലാറ്റിനെയും അതിജീവിച്ച് നിലനിൽക്കുന്നു എന്നതാണ്. ചിത്രം എങ്ങനെയോ വ്യാജമായി ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നവർ ഉന്നയിക്കുന്നൊരു പ്രധാന ആരോപണമാണിത്. എന്നാൽ പലപ്പോഴും ചിത്രത്തിൻ്റെ തനിപ്പകർപ്പുകൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ യഥാർത്ഥ ചിത്രത്തിന് യാതൊരു മങ്ങലും സംഭവിച്ചിട്ടുള്ളതായി കണ്ടിട്ടില്ല. അതേസമയം അതിൻ്റെ പകർപ്പുകൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നശിച്ചു പോയിട്ടുമുണ്ട്. 18ാമത്തെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മിഗുൽ കബെര എന്ന ചിത്രകാരനാണ് ഇതിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ 3 പകർപ്പുകൾ ഉണ്ടാക്കിയത്. ഇത് അദ്ദേഹം ഒരെണ്ണം മെത്രാപ്പോലിത്തയ്ക്കും ഒരെണ്ണം മാർപ്പാപ്പയ്ക്കും പിന്നീട് പകർപ്പുകൾ ഉണ്ടാക്കുവാനായി ഒരെണ്ണം തനിക്കും സൂക്ഷിച്ചു. ഏറ്റവും നല്ല പ്രതലങ്ങളിൽ പോലും ഇതിൻ്റെ പകർപ്പുകൾ ഉണ്ടാക്കുവാനുള്ള ബുദ്ധിമുട്ടിനെക്കുറിച്ച് അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഏറ്റവും പ്രഗത്ഭനായ ഒരു കലാകാരൻ ഗുണം കുറഞ്ഞ ക്യാൻവാസിൽ ലഭ്യമായ 4 തരം ചായങ്ങൾ ഉപയോഗിച്ച് ഈ വിശുദ്ധ ചിത്രത്തെ പകർത്തുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് കഠിനമായ പരിശ്രമത്തിന് ശേഷം ആ കലാകാരന് താൻ പരാജയപ്പെട്ടതായി സമ്മതിക്കേണ്ടി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വാർണിഷ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള നിരവധി പകർപ്പുകളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണ്. എണ്ണമറ്റ പകർപ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ കാലത്തോളം കേടുകൂടാതെ ഇരിക്കുന്നുവെന്ന ഇതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് മെക്സിക്കോയിലെ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഭൗതിക ശാസ്ത്രജ്ഞനും ഗവേഷകനുമായ ഡോക്ടർ അഡോൾഫോ ഒറോസ്കോ പ്രതികരിച്ചിരുന്നു. 1789 ഇതിൻ്റെ ഒരു പകർപ്പ് അദ്ദേഹം പ്രതലത്തിൽ തന്നെ ഉണ്ടാക്കി. ആ സമയത്ത് ലഭ്യമായ ഏറ്റവും നല്ല സാങ്കേതിക വിദ്യയായിരുന്നു ഇതിനായി ഉപയോഗിച്ചിരുന്നത്. ഇതിനെ ഒരു ഗ്ലാസ് കവചത്തിൽ പൊതിഞ്ഞ് യഥാർത്ഥ വസ്ത്രത്തിന് സമീപം വെച്ചു. പെയിൻറ്റിങ് കഴിഞ്ഞ ഉടനെ അത് കാണുവാൻ മനോഹരമായിരുന്നു. എന്നാൽ 8 വർഷം കഴിഞ്ഞപ്പോഴേക്കും മെക്കോക്കയിലെ ചൂടും ഉഷ്ണവും കാരണം അതിൻ്റെ ചായം മങ്ങിപ്പോവുകയും നൂലുകൾ പൊട്ടുകയും ചെയ്തു. എന്നാൽ ഒരു സംരക്ഷണവും കൂടാതെ, യാതൊരുവിധ കേടുപാടും കൂടാതെ പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ ചിത്രം നിലനിൽക്കുന്നു എന്നുള്ള വസ്തുതയ്ക്ക് ശാസ്ത്രത്തിന് യാതൊരു വിശദീകരണവും തരുവാനില്ല എന്ന് ഡോക്ടർ അഡോൾഫോ ഒറോസ്കോ പറഞ്ഞു. ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ് കിരണങ്ങൾ കൊണ്ടിട്ടും ദേവാലയത്തിന് ചുറ്റുമുള്ള ചൂടും ഉപ്പ് കലർന്ന വായുവും ഏറ്റിട്ടും ഈ ചിത്രത്തിന് യാതൊന്നും ഇന്നോളം സംഭവിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, വസ്ത്രത്തിൽ പതിഞ്ഞിരിക്കുന്ന രൂപം ഒരു മനുഷ്യ ശരീരത്തിൻ്റേതായ പ്രത്യേകതകൾ കാണിക്കുന്നു എന്നതാണ്. ശാസ്ത്ര സമൂഹം ഈ കണ്ടുപിടുത്തത്തിലാണ് ശരിക്കും അമ്പരന്നു പോയത്. 1979 ഡോക്ടർ കല്ലാഹൻ ഇൻഫ്രാറെഡ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വസ്ത്രത്തിലെ പരിശുദ്ധാമ്മയുടെ ചിത്രം പരിശോധിച്ചപ്പോൾ അത്ഭുതാവഹമായ ഒരു കാര്യം കണ്ടെത്തി. ഈ തുണി എപ്പോഴും ഒരേ ഊഷ്മാവ് തന്നെ നിലനിർത്തുന്നു. അതായത് ജീവിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അതേ താപനിലയായ 68.6 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് 36.6 അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴും നിലനിർത്തുന്നു എന്നുള്ളതാണ്. ചൂട് കൂടിയാലും കുറഞ്ഞാലും ഇതേ ഊഷ്മാവ് തന്നെയായിരിക്കും ഈ വസ്ത്രത്തിന് ഉണ്ടാകുക. മെക്സിക്കൻ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ കാർലോസ് ഫെർണാണ്ടസ് ഡെ കാസ്റ്റിലോ വസ്ത്രത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ രൂപം പരിശോധിച്ചപ്പോൾ മാതാവിൻ്റെ ഗർഭപാത്രത്തിന് സമീപമായി 4 ഇതളുകളുള്ള ഒരു പുഷ്പം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അസറ്റെക്സ് ആ പുഷ്പത്തെ നാഹുയി ഒല്ലിൻ എന്നാണ് വിളിച്ചത്. സൂര്യൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ഈ പുഷ്പം. കൂടുതൽ പരിശോധനയിൽ ആ ചിത്രത്തിലെ മാതാവിൻ്റെ ശരീരത്തിൻ്റെ അളവുകൾ പ്രസവമെടുത്ത ഒരു സ്ത്രീയുടെ ശരീര അളവുകൾക്ക് തുല്യമായിരുന്നു എന്ന വസ്തുതയും ഡോക്ടർ കാസ്റ്റില്ലോ കണ്ടെത്തി. അതായത് പ്രസവം അടുത്ത ഒരു സ്ത്രീയുടെ അളവുകൾക്കാണ്, അളവുകൾക്കാണ് അത് തുല്യമായിട്ടുള്ളത്. നാലാമത്തെ കാര്യം, നശിപ്പിക്കാൻ കഴിയാത്തതായി അത് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. നൂറ്റാണ്ടുകൾക്കിടയിൽ ഈ ചിത്രത്തിന് ഭീഷണി ഉയർത്തുന്ന 2 വ്യത്യസ്ത സംഭവങ്ങളെ നേരിടേണ്ടതായി വന്നു. 1785 ഒരു ജോലിക്കാരൻ ഈ ചിത്രത്തിൻ്റെ ചില്ല് കവചം വൃത്തിയാക്കുന്നതിനിടയ്ക്ക് 50% നൈട്രിക് ആസിഡ് അടങ്ങുന്ന രാസലായനിയുടെ ഒരു വലിയ ഭാഗം
അവിചാരിതമായി ഈ ചിത്രത്തിൽ വീഴുവാനിടയായി. അപ്പോൾ തന്നെ ആ ചിത്രവും മറ്റു ഭാഗങ്ങളും ദഹിച്ചുപോയി. എങ്കിലും 30 ദിവസങ്ങൾക്കിടയിൽ അത് വീണ്ടും പൂർവ്വസ്ഥിതി കൈവരിച്ചു. പരിശുദ്ധാമ്മയുടെ ചിത്രമില്ലാത്ത ഭാഗങ്ങളിൽ ചില ചെറിയ പാടുകൾ ഒഴിച്ചാൽ ആ വസ്ത്രം തീർത്തും സുരക്ഷിതമാണ്. 1921 പൗരോഹിത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന ഒരാൾ 29 ഡൈനാമിറ്റ് സ്റ്റിക്കുകൾ അടങ്ങുന്ന ഒരു ബോംബ് റോസാപുഷ്പങ്ങൾ നിറഞ്ഞ ഒരു ചെടിച്ചട്ടിയിൽ നിക്ഷേപിച്ച ശേഷം അത് പരിശുദ്ധാമ്മയുടെ ചിത്രത്തിന് മുൻപിലായി വെച്ചു. ആ സ്ഫോടനത്തിൽ സ്ഫോടന സ്ഥലത്തു നിന്നും 150 മീറ്ററുകൾ അകലെയുള്ള ജനലുകൾ വരെ തകർന്നു. എന്നാൽ ഈ ചിത്രവും അതടങ്ങുന്ന കവചവും യാതൊരു കുഴപ്പവും കൂടാതെ നിലകൊണ്ടു. ദൈവമാതാവിൻ്റെ ദർശനം ലഭിച്ച ജുവാൻ ഡിഗോയെ കത്തോലിക്ക സഭ 2002 വിശുദ്ധനായി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് ലോകത്തിന് മുന്നിൽ വലിയൊരു സാക്ഷ്യമായി ഗ്വാഡലൂപ്പയിലെ മാതാവിൻ്റെ ചിത്രം നിലനിൽക്കുകയാണ്. ശാസ്ത്ര ഗവേഷകർക്കോ നിരീശ്വരവാദികൾക്കോ ഉത്തരം നൽകാൻ കഴിയാത്ത ഒരു വസ്തുതയായി തന്നെ അത് നിലനിൽക്കുന്നു.